എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചില സമയങ്ങളിൽ നമുക്ക് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. കുറഞ്ഞ ചേരുവകൾ ചേർത്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ബത്തക്കയാണ്. എന്നിട്ട് നമുക്ക് ബത്തക്ക ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. കുരു ഒന്നും മാറ്റിയെടുക്കേണ്ട കാര്യമില്ല, നമുക്കത് അരിച്ച് മാറ്റുമ്പോൾ എല്ലാം പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇനി ഇതെല്ലാം നമുക്ക് ഒരു ചോപ്പറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മിക്സിയിൽ ജാറിൽ വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ട് നരഞ്ഞ് കിട്ടിയാൽ മതി. ഞാനിവിടെ ഒരു ചോപ്പറിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ജ്യൂസ് വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇനി മിക്സിയുടെ ജാറിലായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാതിരുന്നാൽ മതിയാകും. ചോപ്പറിലാണ് ചെയ്യുന്നതെങ്കിൽ കുരു അരഞ്ഞു പോകത്തില്ല. മിക്സിയിലാണെങ്കിൽ കുരു പെട്ടെന്ന് അരഞ്ഞു പോവും. ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുരു അരയാതെ ബത്തക്കയുടെ കഷ്ണങ്ങൾ മാത്രമായിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസ് അരഞ്ഞു കിട്ടും. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് അരഞ്ഞ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഒരു തരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇതിൽ അരക്കുകയാണെങ്കിൽ കണ്ടോ, കുരു ഒട്ടും തന്നെ അരഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ. അത് വേറിട്ട് തന്നെ നമുക്ക് കിട്ടും. ചോപ്പറിലാണെങ്കിലാണ് അങ്ങനെ ആവുന്നത്. ഇതിൻ്റെ ബാലൻസ് കിട്ടുന്നത് നമുക്ക് മാറ്റിക്കളയാം. ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഞാനെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുപോലെ നൈസായിട്ടുള്ള ഈ ജ്യൂസാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് ബത്തക്കയുടെ കളർ തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് കളറൊന്നുമില്ല. നല്ല പഴുത്ത ബത്തക്കയാണ്, അതുകൊണ്ട് നല്ല ചുവന്ന കളർ തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ. അത് നമുക്ക് ഒരു 3 ടീസ്പൂൺ എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെള്ളവും ചേർക്കണം. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് കട്ട് കെട്ടാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. കട്ട് കെട്ടാൻ ഒരിക്കലും പാടില്ല. ഇതുപോലെ നമുക്ക് ലൂസ് പരുവത്തിലാണ് കേട്ടോ വേണ്ടത്, കട്ടിയില്ലാണ്ട് തന്നെ. അതുപോലെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി വേണം കേട്ടോ, അതും കൂടി നമുക്ക് എടുക്കാം. ഇനി ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജ്യൂസാക്കിയിട്ട് വെച്ചിട്ടുള്ള ബത്തക്കൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. ഫ്ലെയിം വളരെ കുറച്ചിട്ട് വേണ്ട നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനിയൊന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ചെയ്യണേ. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക, കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. എന്നിട്ട് നമ്മൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തത് അതിൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് തിളച്ച് വരണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വേണമെങ്കിൽ എത്തിക്കാം, എന്നാലും കൂട്ടി വെക്കരുത് കേട്ടോ. പിന്നെ ഫ്ലെയിം കുറച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ തിള വരുന്ന സമയത്ത് നന്നായിട്ട് തീ കുറച്ച് വെക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ ലെമൺ ജ്യൂസ് ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. 3 ചേരുവകൾ ഉപയോഗിച്ച് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഒരുപാട് നേരം ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ. ഇതുപോലെ ആയി തുടങ്ങിയാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ട് കട്ടിയായി പോവും. ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ബത്തക്ക ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ആയിട്ട് നമ്മൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ബത്തക്ക ജാം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്നാക്സായിട്ട് ബ്രെഡിൻ്റെ കൂടെയൊക്കെ സ്കൂളിലേക്ക് കൊടുത്ത് വിടാനൊക്കെ പറ്റും കേട്ടോ. ഞാനിവിടുത്തെ സെർവിങ് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനെ കൂടി ഒന്ന് അമർത്തിയേക്കണേ. കൂടെ തന്നെ ലൈക്ക് ബട്ടനെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണേ. അപ്പോൾ നമ്മൾക്ക് പുതിയ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.